ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, വാക്സിൻസ്, കുറേ കാര്യങ്ങൾ. ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സർജറീസ് ഉണ്ടോ എന്നുള്ളതാണ്. അതിനാണ് പ്രൊഫൈലാക്റ്റിക് സർജറി എന്ന് പറയുന്നത്. അങ്ങനെ സർജറീസ് ഉണ്ട്. അതായത് ക്യാൻസർ വരുന്നതിന് മുമ്പ് ആ അവയവം മുറിച്ച് മാറ്റുന്നതിനെയാണ് പ്രൊഫൈലാക്റ്റിക് സർജറീസ് എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ക്യാൻസർ വരാനുള്ള സാധ്യത നമ്മൾക്ക് ഒരുപാടുണ്ടെങ്കിൽ, ഒരു 40-50% മേലെ സാധ്യത നമുക്കൊരു പ്രത്യേക ക്യാൻസർ വരാനുണ്ടെങ്കിലും ആ ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ, അത് റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ പ്രൊഫൈലാക്റ്റിക് ക്യാൻസർ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ചെയ്യുന്നത് ഒന്ന് ബ്രസ്റ്റിനാണ്. BRCA1 BRCA2 പോസിറ്റീവായ ആളുകളിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത 80%. അങ്ങനെയുള്ള ആളുകൾക്ക് 2 ബ്രസ്റ്റും ഓപ്പറേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാന്നുള്ളത് നമ്മൾ ആഞ്ചലിന ജോളി ചെയ്ത ആ സർജറി. രണ്ടാമത്തെ അവരുടെ അണ്ടാശയങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത 60%. അണ്ടാശയങ്ങൾ എടുത്തു മാറ്റുന്ന സൽപിൻജോഫ്രെക്ടമി സർജറി. അതുപോലെ കൊളോൺ ക്യാൻസറിൽ മൾട്ടിപ്പിൾ പോളിപ്സ്, FAP ഫെമിലിയൽ അഡിനോമാറ്റസ് പോളിപ്പോസിസ് എന്ന അസുഖമുള്ള ആളുകൾക്ക് അവരുടെ കോളണിൽ വൻകുടലിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായത് സ്ഥിതിക്ക് അവരുടെ കോളൻ എടുത്ത് കളയുന്ന ടോട്ടൽ പ്രോക്ടോകോളക്ടമി സർജറി ചെയ്യാറുണ്ട്. അതുപോലെയാണ് MEN സിൻഡ്രോം എന്ന് പറഞ്ഞ പ്രത്യേക അസുഖമുള്ള ആളുകൾക്ക് തൈറോയ്ഡ് ക്യാൻസറിന് സാധ്യത ഉള്ളത് കൊണ്ട് തൈറോയിഡെക്ടമി ചെയ്യുന്ന സർജറി. നമ്മൾ പ്രൊഫൈലാക്സിന് വേണ്ടി ചെയ്യുന്നതല്ലെങ്കിൽ പോലും സാധാരണ ചെയ്യുന്ന ചേലാകർമ്മം അല്ലെങ്കിൽ സർക്കംസിഷൻ വഴിയും നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം. അതായത് പിനൈൽ ക്യാൻസർ തടഞ്ഞു നിർത്താൻ വേണ്ടി ഈ സർക്കംസിഷൻ ഉപകരിക്കും.